ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യണം. അതായത് ഗുരുവായൂരപ്പനും ഭക്തരും നാട്ടുകാരും. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെ പറ്റി മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് എന്നുള്ളത് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാം, ഗുരുവായൂരപ്പനെ പറ്റി പറയാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി പറയാനോ ഒന്നും ഞാനൊരു വലിയ ആളുമല്ല, ഒന്നുമല്ല. വളരെ ചെറിയ ഒരു മനുഷ്യജീവി. എനിക്ക് വളരെ 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 ചെറുതായിട്ടുള്ള കാര്യങ്ങളെ എനിക്കറിയുള്ളൂ. എൻ്റെ ഉള്ളിലുള്ള അറിവ് വെച്ചിട്ടാണ്, കുറച്ചറിവ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്, ഞാൻ ഉണ്ടാക്കിയെടുത്തല്ല. അപ്പോൾ കിട്ടിയിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാവരും പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഓക്കെ. അപ്പോൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാരും അവിടെ എഴുതി കൊടുത്തിട്ടും കയറുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ കാണുന്നത് എന്താണ്? ഒരു കല്യാണത്തിന് പോകുന്നൊരു പ്രതീതിയാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുക. നിറയെ ആൾക്കാർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാദ്യമേളങ്ങൾ, ഒരു ഭാഗത്ത് പ്രോഗ്രാം നടക്കുന്നു, ഒരു ഭാഗത്ത് മാല, മുല്ലപ്പൂവ് സംഭവങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഒരു ഭക്തി അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് പോയിൻ്റാണെന്ന് പറയാം. ശരിക്കും ഒരു മനുഷ്യന് വേണ്ടത് നമ്മളീ പുറമേ കാണുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഉള്ളിലേക്ക് നമ്മൾ കയറി ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഭഗവാന്റെ രൂപം കാണുമ്പോൾ നമ്മളൊരു സെക്കൻഡ് കണ്ട് കണ്ണടച്ചിട്ട് അങ്ങോട്ട് മാറുകയാണ് ചെയ്യുക, അല്ലേ? കണ്ണടയ്ക്കുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കണ്ണടച്ച് മാറുകയാണ്. ആ സെക്കൻഡിൽ നമുക്ക് ഈ ചുറ്റിലും നമ്മൾ കണ്ടുവന്ന ഒരു കാര്യവും നമുക്കില്ല, നമ്മുടെ മനസ്സിലില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ തത്വം എന്താണ് എന്നുള്ളത് വളരെ ചെറുതായിട്ട് ഞാൻ പറയാം. നമുക്കിപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ഈ ഭൂമിയിൽ എന്തെല്ലാം മായകളും തന്നെ പറയണം, അതിന് ആഘോഷങ്ങളും എന്ത് സംഭവങ്ങളും നടന്നാലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഭഗവാനിലേക്ക് തന്നെയാണെന്നുള്ളതിൻ്റെ സിമ്പലാണ് ആ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതായത് നമുക്ക് വർജ്യം വരണം. ഒരു മനുഷ്യനായിട്ട് ജനിച്ചു കഴിയുമ്പോൾ മായയിലകപ്പെട്ട് ഈ മായയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മായയിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് പരബ്രഹ്മത്തിലേക്ക് എത്തണം. അപ്പോൾ ഈ പരബ്രഹ്മത്തിലേക്ക് എത്തുന്നത് എങ്ങനെയെന്നുള്ള ഒരു സിമ്പലാണ് ഭഗവാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റിലും അത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോഴും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ ചോദിച്ചപ്പോൾ പലരുടെ അടുത്തും ഞാൻ ചോദിക്കേണ്ട ഗുരുവിൻ്റെ അടുത്തും മാത്രമാണ്. പക്ഷേ പലരും സങ്കല്പിച്ചിരിക്കുന്ന രീതികൾ പല രീതിയിലാണ്. അതായത് ഭഗവാൻ അലങ്കാരപ്രിയനാണ്, ഓക്കെ, ശരിയാണ്, ഭഗവാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാന്റെ അലങ്കാരത്തിലേക്കും അല്ലെങ്കിൽ പരബ്രഹ്മത്തിൻ്റെ ഇതിലേക്കുമാണ് നമ്മൾ എത്തേണ്ടത്. അതാണ് അതിൻ്റെ പരമമായ സത്യവും പരമമായ തത്വവും. അല്ലാതെ ഭഗവാന്റെ മുമ്പിൽ എന്ത് കാണിച്ചാലും, അതായത് കുറച്ച് ഫോട്ടോ എടുത്താലും റീൽസ് എടുത്താലും ഭഗവാൻ എൻ്റെ അടുത്തേക്ക് വരും, ഭഗവാൻ എന്താണ് എല്ലാവർക്കും ഉള്ളതാണ്, അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഈ ലോകത്ത് ഈ സായുജ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഭഗവാനെ ഭഗവാനെ സ്വീകരിച്ചുകൊണ്ട് കാര്യമില്ല. ഭഗവാൻ ഉദ്ദേശിച്ച തത്വങ്ങളിലേക്ക് എത്താൻ ഓരോ മനുഷ്യനും സാധിക്കണം. ആ സാധിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞില്ലേ, ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട്, പ്രോഗ്രാമിന് പോകുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്. ഞങ്ങളോട് ഭഗവാൻ അങ്ങനെ പറഞ്ഞു, ഞങ്ങളോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ ഭഗവാൻ എല്ലാം ഇത് ചെയ്യിക്കണത് നമുക്ക് ഭഗവാൻ ഒരു വഴി ഇട്ട് തരികയാണ്. നീ രക്ഷപ്പെടുവാണെങ്കിൽ നീ ഈ വഴിയിൽ കൂടെ വന്ന് രക്ഷപ്പെട്ടോ. പക്ഷേ ആ രക്ഷപ്പെടാനുള്ളൊരു തുമ്പ് കാണിച്ചു തരുമ്പോഴത്തേക്കും നമ്മളുടെ ശരീരത്തിലും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുമുള്ള അഹങ്കാരമാകുന്നതോ
അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള നമ്മളുടെ ബോഡിയിലും മനസ്സിലും കിടക്കുന്ന മായകൾ, ആ മായകളിലേക്ക് നമ്മൾ അകപ്പെട്ടു പോവുകയാണ്. ആ അകപ്പെട്ട് പോകാതെ വരണ്ടെന്ന് വെച്ചാൽ അത് അകപ്പെട്ട് പോകുകയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, പട്ടുസാരി ഉടുത്താലും മരിക്കും, കീറിയ വസ്ത്രം ധരിച്ചാലും മരിക്കും, മറ്റുള്ളവർ ഉദ്ദേശിക്കുന്ന പോലത്തെ നല്ല ഭക്ഷണം കഴിച്ചാലും മരിക്കും, എല്ലാവരും മരിക്കും. പക്ഷേ മരിക്കുമ്പോൾ ആ മരിക്കുന്നതിൻ്റെ സായുജ്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാലാണ് ഒരു മനുഷ്യജന്മം പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ആ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ ക്ഷേത്രങ്ങളും ബേസിക്കലി നമുക്ക് കാണിച്ചു തരുന്ന സിംബൽസ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, എൻ്റെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ നിന്നിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത്. ഇതിപ്പോഴെങ്കിലും പറയണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ എന്ത് റീൽസ് എടുത്താലും ഗുരുവായൂരപ്പൻ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച കാര്യമൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുക, ക്ഷേത്രങ്ങൾ നമ്മളുടെ ജീവിതമാകുന്ന വിജയം എന്ന് പറയുമ്പോൾ ഈ ബോഡി എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളെ ജീവിത ചക്രങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിലൊരു വിജയം നമുക്ക് വരണം പരബ്രഹ്മത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഗുരുവായൂരപ്പനെയും ഗുരുവായൂർ അമ്പലവും പറഞ്ഞിട്ട് ആരും അടികൂടേണ്ട കാര്യമില്ല. സത്യങ്ങൾ കുറച്ചെങ്കിലും എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞതിൽ അറിവുള്ള ആർക്ക് എന്തെങ്കിലും തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ തിരുത്തേണ്ടത് ആവശ്യവുമാണ്. എനിക്കും അതൊരു അറിവായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം. ഭഗവാൻ കൃഷ്ണ.